കോയമ്പത്തൂർ മധുക്കരയിൽ മലയാളി യുവാക്കളെ ആക്രമിച്ച കവർച്ചാ സംഘത്തിലെ 4 പേർ പിടിയിൽ. ഒരാൾ സൈനികനാണ്. 4 പേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. കുഴൽപ്പണ സംഘമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് യുവാക്കളെ കവർച്ചാ സംഘം ആക്രമിച്ചത്. പരാതി പറയാനെത്തിയപ്പോൾ കുന്നത്തുനാട് പോലീസ് പരിഹസിച്ചു എന്ന യുവാക്കളുടെ പരാതിയിൽ എറണാകുളം റൂറൽ SP അന്വേഷണം ഉറപ്പു നൽകി. 24 ഇംപാക്ട്. കോയമ്പത്തൂർ മധുക്കര ഹൈവേ റോബറി കേസിലാണ് സൈനികനടക്കം 4 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്രാസ് റെജിമെന്റിലെ സൈനികൻ വിഷ്ണു ഉൾപ്പെടെയുള്ള 4 അംഗ സംഘമാണ് പോലീസ് പിടിയിലായത്. ഈ മാസം 14-ാം തീയതി കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്ത മലയാളികളെ കോയമ്പത്തൂർ ബൈപ്പാസിലെ ടോൾ ബൂത്തിന് സമീപം ഹൈവേ റോബറി സംഘം ആക്രമിച്ച വാർത്ത 24 ആണ് ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അക്രമികൾ വന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ചാണ് യുവാക്കൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത്. കുഴൽപ്പണം കടത്തിക്കൊണ്ടുവന്ന സംഘമെന്ന് കരുതിയാണ് പ്രതികൾ യുവാക്കളുടെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ചിറ്റൂർ സ്വദേശികളായ ശിവദാസ്, രമേഷ് ബാബു, വിഷ്ണു, അജയകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂരിലെ അക്രമ സംഭവം നാട്ടിലെത്തിയ ശേഷം യുവാക്കൾ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പരാതി കേട്ട ശേഷം തങ്ങൾ എന്തു ചെയ്യണമെന്നാണ് കുന്നത്തുനാട് പോലീസ് യുവാക്കളോട് ചോദിച്ചത്. ഈ വിവരം വാർത്തയായതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആലുവ റൂറൽ SP DYSPക്ക് നിർദ്ദേശവും നൽകി. യുവാക്കളെ വിളിച്ച് SP വിശദാംശങ്ങൾ തേടുകയും ചെയ്തു. സേലം കോയമ്പത്തൂർ ദേശീയപാതയിൽ വാഹനയാത്രക്കാരെ ആക്രമിച്ച് പണം തട്ടുന്നത് പതിവാക്കിയ സംഘമാണ് പിടിയിലായതെന്ന സൂചനയും മധുക്കര പോലീസ് നൽകുന്നുണ്ട്. S. ശ്യാംകുമാർ, 24 കൊച്ചി.